ഹാക്ടിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു സ്വപ്ന നഗരത്തിന്റെ പിറവിയുടെ കഥയാണ്. കേട്ടുകഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോയേക്കാം. അത്രയ്ക്ക് വിസ്മയങ്ങൾ ഒളിപ്പിച്ചൊരു നാടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതെ, ഞാൻ സംസാരിക്കുന്നത് ദുബായിയെക്കുറിച്ചാണ്. മരുഭൂമിയിലെ മണൽത്തരികളിൽ നിന്ന് ലോകത്തിന്റെ ഭാവിയുടെ നഗരമായി ദുബായ് മാറിയത് എങ്ങനെയാണെന്നറിയണ്ടേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദുബായ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തായിരുന്നു? വലിയ കെട്ടിടങ്ങളോ ലക്ഷറി കാറുകളോ ആയിരുന്നില്ല. മറിച്ച് മണൽപ്പരപ്പിൽ ഒട്ടകങ്ങളും ഏതാനും മത്സ്യബന്ധന ബോട്ടുകളും മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമം. അതായിരുന്നു ദുബായിയുടെ അന്നത്തെ യഥാർത്ഥ രൂപം. അക്കാലത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം കടലുമായി ബന്ധപ്പെട്ടതായിരുന്നു. പുലർച്ചെ കപ്പലിൽ കടലിലേക്ക് പോവുക, മീൻ പിടിക്കുക, ചിലപ്പോൾ മുത്തുകൾ കണ്ടെത്തുക. അതായിരുന്നു അവരുടെ പ്രധാന വരുമാന മാർഗം. മരുഭൂമിയിലെ ചൂടിൽ പരിമിതമായ സൗകര്യങ്ങളിൽ അവർ സന്തുഷ്ടരായി ജീവിച്ചു. പുറം ലോകവുമായി വലിയ ബന്ധങ്ങളൊന്നുമില്ലാതെ സ്വന്തം ലോകത്തൊതുങ്ങിക്കൂടിയ ഒരു ജനത. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബ്രിട്ടീഷുകാർ ദുബായിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു തുടങ്ങി. ഇന്ത്യയിലേക്കും കിഴക്കൻ രാജ്യങ്ങളിലേക്കുമുള്ള കപ്പൽ യാത്രകളിൽ ദുബായിയെ അവർ ഒരു പ്രധാന ഇടത്താവളമായി കണ്ടു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വ്യാപാരം സുഗമമാക്കുന്നതിനും അവർക്ക് ദുബായ് ഒരു തന്ത്രപ്രധാനമായ സ്ഥലമായിരുന്നു. അവരിവിടെ ഒരു ചെറിയ തുറമുഖവും ചില വ്യാപാര സൗകര്യങ്ങളും വികസിപ്പിച്ചു. എന്നാൽ അക്കാലത്ത് ദുബായിൽ നിന്ന് കാര്യമായ സാമ്പത്തിക നേട്ടങ്ങളൊന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചില്ല. വലിയ പ്രകൃതി വിഭവങ്ങളോ മറ്റു പ്രധാന വ്യവസായങ്ങളോ ഇല്ലാത്ത ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിട്ടാണ് അവർ ദുബായിയെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാന കേന്ദ്രമായി ദുബായിയെ വികസിപ്പിക്കുന്നതിൽ അവർ വലിയ താൽപ്പര്യം കാണിച്ചില്ല. അവരുടെ പ്രധാന ശ്രദ്ധ ഇന്ത്യയിലും മറ്റു വലിയ വ്യാപാര കേന്ദ്രങ്ങളിലുമായിരുന്നു. ദുബായ് അവർക്ക് ഒരു തപാൽ കൈമാറ്റ കേന്ദ്രവും ചെറിയ കപ്പലുകൾക്ക് നങ്കൂരമിടാനുള്ള ഒരു ഇടം മാത്രമായിരുന്നു. ഈ സമയത്ത് ദുബായിയുടെ വളർച്ച വളരെ മന്ദഗതിയിലായിരുന്നു. പക്ഷേ ഈ ബന്ധങ്ങൾ ദുബായ് ഭരണാധികാരികൾക്ക് പുറം ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടിത്തുടങ്ങി. അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ സാധ്യതകളെക്കുറിച്ച് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. ഈ പശ്ചാത്തലത്തിലാണ് ദുബായിയുടെ യഥാർത്ഥ ശില്പികളിൽ ഒരാളായ ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം രംഗപ്രവേശം ചെയ്യുന്നത്. 1950കളിൽ അദ്ദേഹം ഭരണ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ എണ്ണ കണ്ടെത്തപ്പെട്ടിരുന്നില്ല. ദുബായ് ഒരു സാധാരണ ഗൾഫ് രാജ്യം മാത്രമായിരുന്നു. എന്നാൽ ഷെയ്ഖ് റാഷിദിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. തന്റെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ദുബായിയെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം വെറുതെ സ്വപ്നം കാണുകയായിരുന്നില്ല. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. അതിനായി അദ്ദേഹം ലണ്ടനിലേക്കും പാരീസിലേക്കും മറ്റു യൂറോപ്യൻ നഗരങ്ങളിലേക്കും യാത്ര ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി. അവിടുത്തെ ആസൂത്രണം, നിർമ്മാണ രീതികൾ, ഗതാഗത സംവിധാനങ്ങൾ, തുറമുഖങ്ങൾ എല്ലാം അദ്ദേഹം പഠിച്ചു. ഈ യാത്രകളാണ് ദുബായിയുടെ ഭാവിക്ക് അടിത്തറ പാകിയത്. അവിടുത്തെ ആധുനിക തുറമുഖങ്ങളെക്കുറിച്ച് പഠിച്ച അദ്ദേഹം ദുബായിൽ പോർട്ട് റാഷിദ് എന്ന വൻകിട തുറമുഖം നിർമ്മിക്കാൻ തീരുമാനിച്ചു. പലരും ഒരു വലിയ തുറമുഖം ആവശ്യമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. എന്നാൽ ഷെയ്ഖ് റാഷിദ് തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ശരിയായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു. ഈ തുറമുഖം ദുബായിയെ ഒരു ആഗോള വ്യാപാര കേന്ദ്രമാക്കി മാറ്റി. ദുബായിയുടെ മണ്ണിൽ നിന്ന് കറുത്ത സ്വർണം പൊട്ടിപ്പുറപ്പെട്ടു. പെട്രോളിയം എണ്ണ ഉൽപ്പന്നങ്ങൾ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. പെട്രോളിയം നിക്ഷേപം കണ്ടെത്തിയതോടെ വലിയൊരു വരുമാന സ്രോതസ് അവർക്ക് ലഭിച്ചു. ഈ പണം ഉപയോഗിച്ച് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിച്ചു. റോഡുകൾ വന്നു, കെട്ടിടങ്ങൾ ഉയർന്നു, ജീവിത നിലവാരം മെച്ചപ്പെട്ടു. പലരും കരുതി ദുബായ് ഇനി എണ്ണയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുമെന്ന്. എന്നാൽ അപ്പോഴാണ് ദുബായിയുടെ ദീർഘവീക്ഷണം നമ്മളെ അമ്പരപ്പിക്കുന്നത്. സാധാരണഗതിയിൽ എണ്ണ സമ്പന്നമായ രാജ്യങ്ങൾ എണ്ണയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുമ്പോൾ ദുബായ് ഒരു വിഭിന്നമായ പാത തിരഞ്ഞെടുത്തു. അവർക്കൊരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. എണ്ണ എക്കാലവും ഉണ്ടാകില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് എണ്ണ വരുമാനം ഒരു സ്പ്രിംഗ് ബോർഡായി ഉപയോഗിച്ച് മറ്റു മേഖലകളിൽ കൂടി അവർ തങ്ങളുടെ ശ്രദ്ധ തിരിച്ചു. ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, സാങ്കേതികവിദ്യ, വ്യവസായം, സാമ്പത്തിക മേഖല, അങ്ങനെ എല്ലാ മേഖലകളിലും അവർ തങ്ങളുടെ കാൽപ്പാടുകൾ ഉറപ്പിച്ചു. ഈ ദീർഘവീക്ഷണമാണ് ദുബായിയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിയത്. വെറും എണ്ണ സമ്പത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ഒരു ബഹുമുഖ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധിച്ചു. ഇന്ന് ദുബായ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ബുർജ് ഖലീഫ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. ആകാശത്ത് തലയുയർത്തി നിൽക്കുന്ന ആ ഭീമാകാരം കെട്ടിടം ദുബായിയുടെ വളർച്ചയുടെ പ്രതീകമാണ്. അതുപോലെ പാം ജുമൈറ, മനുഷ്യനിർമ്മിതമായ ഈ ദ്വീപസമൂഹം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. ആകാശത്ത് നിന്ന് നോക്കിയാൽ ഒരു പനയുടെ ആകൃതിയിൽ കാണുന്ന ഈ ദ്വീപുകൾ ദുബായിയുടെ ഭാവനാ ലോകത്തിന്റെ തെളിവാണ്. പിന്നെ ദുബായ് മോൾ, ഷോപ്പിംഗ് ലോകത്തിന്റെ സ്വപ്നഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ മോളുകളിലൊന്നായ ഇവിടെ ഒരു ദിവസം എടുത്താൽ പോലും എല്ലാം കണ്ടു തീർക്കാൻ കഴിയില്ല. കൂടാതെ ഭാവിയിലേക്ക് ഒരു എത്തിനോട്ടം നൽകുന്ന മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. ഈ കെട്ടിടം തന്നെ ഒരു അത്ഭുതമാണ്.
ഓരോ കോണിലും സാങ്കേതിക വിദ്യയുടെ വിസ്മയങ്ങൾ ഒളിപ്പിച്ചുവെച്ച ഒരു കെട്ടിടം. പറക്കും ടാക്സികൾ, AI പോലീസ്, ഡ്രോണുകൾ, ഇവയൊക്കെ ഇന്ന് ദുബായിയുടെ സാധാരണ കാഴ്ചകളാണ്. അതെ, നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന കാര്യങ്ങൾ ദുബായ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഈ നഗരം അതിന്റെ പേരുപോലെ തന്നെ നമ്മളെ ഞെട്ടിക്കും, അമ്പരപ്പിക്കും, സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കും. ഈ അത്ഭുതങ്ങളെല്ലാം വെറും യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ഇതിനെല്ലാം പിന്നിൽ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. ഷേഖ് റാഷിദിന്റെ പിൻഗാമിയായ ദുബായിയുടെ ഇപ്പോഴത്തെ ഭരണാധികാരിയും പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന ദീർഘദർശിയായ ഭരണാധികാരിയുടെ നേതൃത്വമുണ്ട്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും ധൈര്യപൂർവമായ തീരുമാനങ്ങളുമാണ് ദുബായിയെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത്. ഇംപോസിബിൾ ഈസ് നത്തിങ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും വാക്കുകളല്ല. ദുബായിയുടെ ഓരോ വികസനത്തിലും നമുക്കത് കാണാൻ സാധിക്കും. വലിയ സ്വപ്നങ്ങൾ കാണാനും അതിനായി കഠിനാധ്വാനം ചെയ്യാനും അദ്ദേഹം തന്റെ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടെ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായി ദുബായിയെ മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാതെ വയ്യ. ദുബായിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടുത്തെ ജനസംഖ്യയുടെ 85% വിദേശികളാണ്. ഇന്ത്യക്കാർ, പാകിസ്ഥാനികൾ, ഫിലിപ്പീനുകൾ, ബംഗ്ലാദേശികൾ, അറബികൾ, യൂറോപ്യന്മാർ, അങ്ങനെ ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നുള്ള ആളുകളും ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ ലോകം പോലെയാണ്. ഓരോരുത്തർക്കും ഇവിടെ തൊഴിലും താമസവും സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ജാതി മതഭേദം നിർവേശയം എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള അവസരങ്ങൾ ദുബായ് നൽകുന്നു. അതുകൊണ്ടാണ് ഇവിടം എല്ലാവർക്കും ഒരു രണ്ടാം വീടായി മാറുന്നത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാണ് ദുബായ്. സ്ത്രീകൾക്ക് രാത്രിയിൽ പോലും പേടി കൂടാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന ചുരുക്കം ചില നഗരങ്ങളിൽ ഒന്നാണിത്. ഇത്രയേറെ ആധുനികവൽക്കരിക്കപ്പെട്ടെങ്കിലും ദുബായ് അതിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒരിക്കലും മറന്നില്ല. ആധുനികതയുടെ മിന്നുന്ന കാഴ്ചകൾക്കിടയിലും പഴയ ദുബായിയുടെ ആത്മാവ് ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട്. ഗോൾഡ് സൂക്ക്, സ്വർണത്തിന്റെ തിളക്കത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മാർക്കറ്റ്. പഴയകാലത്തെ കച്ചവട രീതികൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. അതുപോലെ ഒട്ടകപ്പന്തയം പോലെയുള്ള പാരമ്പര്യ കായിക വിനോദങ്ങൾ ഇന്നും വലിയ ആഘോഷത്തോടെ നടത്തപ്പെടുന്നു. പഴയ വീടുകൾ സംരക്ഷിക്കുകയും പ്രാദേശിക ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ആധുനികതയെ പുൽകിയപ്പോഴും സ്വന്തം വേരുകൾ മുറുകെ പിടിക്കാൻ ദുബായ് ശ്രമിച്ചു. ദുബായിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അവർ ഇന്നും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിലെ സാങ്കേതിക വിദ്യകൾ, നഗരാസൂത്രണങ്ങൾ, പരിസ്ഥിതി സൗഹൃദ ജീവിതം, ഇതിലെല്ലാം ദുബായ് ലോകത്തിന് മാതൃകയാകുകയാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.